അധ്യായം 39 അസ്സുമർ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 75. സുമർ എന്നാൽ കൂട്ടം എന്നർത്ഥം. 71 73 സൂക്തങ്ങളിൽ ഈ പദം പ്രയോഗിച്ചിരിക്കുന്നു. മക്കയിലെ വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് അവതീർണമായ അധ്യായമാണിത്. മക്കാനിവാസികളെ അഭിമുഖീകരിച്ച് നടത്തുന്ന ഉജ്ജ്വലമായ പ്രഭാഷണമാണ് ഉള്ളടക്കം. ഇസ്ലാം മുന്നോട്ടുവെച്ച വിശ്വാസകാര്യങ്ങളുടെ സത്യാത്മകത വ്യക്തമാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ വേദപുസ്തകത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്നാണ്. തീർച്ചയായും നിനക്ക് നാം ഈ വേദപുസ്തകം ഇറക്കിത്തന്നത് സത്യസന്ദേശവുമായാണ്. അതിനാൽ കീഴ്വണക്കം അല്ലാഹുവിനു മാത്രമാക്കി അവന് വഴിപ്പെടുക. അറിയുക, കളങ്കമറ്റ കീഴ്വണക്കം അല്ലാഹുവിനു മാത്രം അവകാശപ്പെട്ടതാണ്. അവനെക്കൂടാതെ മറ്റുള്ളവരെ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നവർ അവകാശപ്പെടുന്നു, ഞങ്ങളെ അല്ലാഹുവുമായി കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ വണങ്ങുന്നത്. എന്നാൽ ഭിന്നാഭിപ്രായമുള്ള കാര്യത്തിൽ അല്ലാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. നിശ്ചയമായും നുണയനെയും നന്ദികെട്ടവനെയും അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. പുത്രനെ വരിക്കണമെന്ന് അല്ലാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ തന്റെ സൃഷ്ടികളിൽ നിന്ന് താൻ ഇഷ്ടപ്പെടുന്നവരെ തിരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ അവൻ എത്ര പരിശുദ്ധൻ! അവനാണ് അല്ലാഹു, ഏകൻ, സകലാധിനാഥൻ. ആകാശഭൂമികളെ അവൻ യാഥാർത്ഥ്യത്തോടെയാണ് സൃഷ്ടിച്ചത്. അവൻ പകലിനെ രാവുകൊണ്ട് ചുറ്റിപ്പൊതിയുന്നു, രാവിനെ പകലുകൊണ്ടും ചുറ്റിപ്പൊതിയുന്നു. സൂര്യചന്ദ്രന്മാരെ അവൻ തന്റെ വരുതിയിലൊതുക്കിയിരിക്കുന്നു. അവയെല്ലാം നിശ്ചിത കാലപരിധിക്കകത്ത് സഞ്ചരിക്കുന്നു. അറിയുക, അവൻ പ്രതാപിയാണ്, ഏറെ പൊറുക്കുന്നവനും. ഒരൊറ്റ സത്തയിൽ നിന്ന് അവൻ നിങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. പിന്നെ അതിൽ നിന്ന് അതിന്റെ ഇണയെ ഉണ്ടാക്കി. നിങ്ങൾക്കായി കന്നുകാലികളിൽ നിന്ന് 8 ജോഡികളെയും അവൻ ഒരുക്കിത്തന്നു. നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു. 3 ഇരുളുകൾക്കുള്ളിൽ ഒന്നിനു പിറകെ ഒന്നായി ഘട്ടം ഘട്ടമായി നിങ്ങളെ അവൻ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇതൊക്കെയും ചെയ്യുന്ന അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ. ആധിപത്യം അവനു മാത്രമാണ്. അവനല്ലാതെ ദൈവമില്ല. എന്നിട്ടും നിങ്ങളെങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? നിങ്ങൾ നന്ദികേട് കാട്ടുകയാണെങ്കിൽ സംശയമില്ല, അല്ലാഹു നിങ്ങളുടെയൊന്നും ആശ്രയമാവശ്യമില്ലാത്തവനാണ്. എന്നാൽ തന്റെ ദാസന്മാരുടെ നന്ദികേട് അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അതു കാരണം നിങ്ങളോടവൻ സംതൃപ്തനായിത്തീരും. സ്വന്തം പാപഭാരമല്ലാതെ ആരും അപരന്റെ ഭാരം ചുമക്കുകയില്ല. പിന്നീട് നിങ്ങളുടെ നാഥന്റെ അടുത്തേക്കാണ് നിങ്ങളുടെയൊക്കെ മടക്കം. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അപ്പോഴവൻ നിങ്ങളെ വിവരമറിയിക്കും. നെഞ്ചകങ്ങളിലുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണവൻ. മനുഷ്യന് വല്ല വിപത്തും ബാധിച്ചാൽ അവൻ തന്റെ നാഥങ്കലേക്ക് താഴ്മയോടെ മടങ്ങി അവനോട് പ്രാർത്ഥിക്കുന്നു. പിന്നീട് അല്ലാഹു തന്നിൽ നിന്നുള്ള അനുഗ്രഹം പ്രദാനം ചെയ്താൽ നേരത്തെ അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം തന്നെ അവൻ മറന്നുകളയുന്നു. ദൈവമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാനായി അവൻ അല്ലാഹുവിന് സമന്മാരെ സങ്കൽപ്പിക്കുകയും ചെയ്യുന്നു. പറയുക, അല്പകാലം നീ നിന്റെ സത്യനിഷേധവുമായി സുഖിച്ചുകൊള്ളുക. സംശയമില്ല, നീ നരകാവകാശികളിൽപ്പെട്ടവൻ തന്നെ. അവനെപ്പോലെയാണോ സുജൂദ് ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും രാത്രി കീഴ്വണക്കത്തോടെ കഴിച്ചുകൂട്ടുന്നവൻ? പരലോകത്തെ പേടിക്കുന്നവനാണിവൻ, തന്റെ നാഥന്റെ കാരുണ്യം കൊതിക്കുന്നവനും. അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ? വിചാരശീലർ മാത്രമേ ആലോചിച്ചറിയുന്നുള്ളൂ. പറയുക, വിശ്വാസികളായ എന്റെ ദാസന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് ഭക്തി പുലർത്തുക. ഈ ലോകത്ത്
നന്മ ചെയ്തവർക്ക് മേന്മയുണ്ട്. അല്ലാഹുവിന്റെ ഭൂമി വളരെ വിശാലമാണ്. ക്ഷമ പാലിക്കുന്നവർക്കാണ് അവരുടെ പ്രതിഫലം കണക്കില്ലാതെ കിട്ടുക. പറയുക, കീഴ്വണക്കം അല്ലാഹുവിനു മാത്രമാക്കി അവന് വഴിപ്പെടണമെന്ന് എന്നോടവൻ കൽപ്പിച്ചിരിക്കുന്നു. മുസ്ലിങ്ങളിൽ ഒന്നാമനാകണമെന്നും എന്നോട് അവൻ ആജ്ഞാപിച്ചിരിക്കുന്നു. പറയുക, ഞാൻ എന്റെ നാഥനെ ധിക്കരിക്കുകയാണെങ്കിൽ ഭയങ്കരമായൊരു നാളിലെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു. പറയുക, ഞാൻ എന്റെ കീഴ്വണക്കം അല്ലാഹുവിനു മാത്രമാക്കി അവനെ മാത്രം വഴിപ്പെടുന്നു. എന്നാൽ നിങ്ങൾ അവനെ വെടിഞ്ഞു തോന്നിയവർക്കൊക്കെ വഴിപ്പെട്ടുകൊള്ളുക. പറയുക, ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ സ്വന്തത്തിനും സ്വന്തക്കാർക്കും നഷ്ടം വരുത്തിവെച്ചവർ തന്നെയാണ് തീർച്ചയായും തുലഞ്ഞവർ. അറിയുക, അതുതന്നെയാണ് പ്രകടമായ നഷ്ടം. അവർക്കുമീതെ നരകത്തീയിന്റെ ജ്വാലയാണ് തണലായുണ്ടാവുക. താഴെയുമുണ്ട് തീത്തട്ടുകൾ. അതിനെപ്പറ്റിയാണ് അല്ലാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത്. അതിനാൽ എന്റെ ദാസന്മാരെ, എന്നെ സൂക്ഷിച്ചുകൊള്ളുക. പൈശാചിക ശക്തികൾക്ക് വഴിപ്പെടുന്നത് വർജിക്കുകയും അല്ലാഹുവിങ്കലേക്ക് താഴ്മയോടെ തിരിച്ചു ചെല്ലുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ശുഭവാർത്ത. അതിനാൽ എന്റെ ദാസന്മാരെ ശുഭവാർത്ത അറിയിക്കുക. വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും എന്നിട്ടവയിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവരാണവർ. അവരെ തന്നെയാണ് അല്ലാഹു നേർവഴിയിലാക്കിയത്. ബുദ്ധിശാലികളും അവർ തന്നെ. അപ്പോൾ ശിക്ഷാവിധി സ്ഥിരപ്പെട്ടു കഴിഞ്ഞവന്റെ സ്ഥിതിയോ? നരകത്തീയിലുള്ളവനെ രക്ഷിക്കാൻ നിനക്കാവുമോ? എന്നാൽ തങ്ങളുടെ നാഥനെ സൂക്ഷിച്ചു ജീവിച്ചവർക്ക് തട്ടിനുമേൽ തട്ടുകളായി നിർമ്മിച്ച മണിമേടകളുണ്ട്. അവയുടെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. അല്ലാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. നീ കാണുന്നില്ലേ അല്ലാഹു മാനത്തുനിന്ന് വെള്ളമിറക്കുന്നത്, അങ്ങനെ അതിനെ ഭൂമിയിൽ ഉറവകളായി ഒഴുക്കുന്നതും പിന്നീട് അതുവഴി അല്ലാഹു വർണ്ണവൈവിധ്യമുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനുശേഷം അവ ഉണങ്ങുന്നു. അപ്പോഴവ മഞ്ഞച്ചതായി നിനക്കു കാണാം. പിന്നെ അവനവയെ കച്ചിത്തുരുമ്പാക്കുന്നു. വിചാരമതികൾക്കിതിൽ ഗുണപാഠമുണ്ട്. അല്ലാഹു ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഹൃദയവിശാലത നൽകി. അങ്ങനെ അവൻ തന്റെ നാഥനിൽ നിന്നുള്ള വെളിച്ചത്തിലൂടെ ചരിക്കാൻ തുടങ്ങി. അയാളും അങ്ങനെയല്ലാത്തവനും ഒരുപോലെയാകുമോ? അതിനാൽ ദൈവസ്മരണയിൽ നിന്നകന്ന് ഹൃദയം കടുത്തുപോയവർക്കാണ് കൊടിയ നാശം. അവർ വ്യക്തമായ വഴികേടിലാണ്. ഏറ്റവും വിശിഷ്ടമായ വർത്തമാനമാണ് അല്ലാഹു ഇറക്കിത്തന്നത്. വചനങ്ങളിൽ പരസ്പര ചേർച്ചയും ആവർത്തനവുമുള്ള ഗ്രന്ഥമാണിത്. അത് കേൾക്കുമ്പോൾ തങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങൾ രോമാഞ്ചമണിയുന്നു. പിന്നീട് അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അല്ലാഹുവെ ഓർക്കാൻ പാകത്തിൽ വിനീതമാകുന്നു. ഇതാണ് അല്ലാഹുവിന്റെ മാർഗദർശനം. അതുവഴി അവൻ ഇച്ഛിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു. അല്ലാഹു വഴികേടിലാക്കുന്നവരെ നേർവഴിയിലാക്കാൻ ആർക്കുമാവില്ല. എന്നാൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ തനിക്ക് നേരെ വരുന്ന കഠിന ശിക്ഷയെ തന്റെ മുഖം കൊണ്ട് തടുക്കേണ്ടി വരുന്നവന്റെ സ്ഥിതിയോ? അതിക്രമികളോട് അന്ന് പറയും, നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരുന്നതത്രയും നിങ്ങൾ തന്നെ ആസ്വദിച്ചുകൊള്ളുക. ഇവർക്ക് മുമ്പുള്ളവരും സത്യത്തെ തള്ളിപ്പറഞ്ഞു. അവസാനം അവരോർക്കാത്ത ഭാഗത്തുനിന്ന് വിപത്തുകൾ അവരിൽ വന്നെത്തി. അങ്ങനെ അല്ലാഹു അവരെ ഐഹിക ജീവിതത്തിൽ തന്നെ അപമാനം ആസ്വദിപ്പിച്ചു. പരലോകശിക്ഷയോ അതിലും എത്രയോ കൂടുതൽ കഠിനമത്രേ. ഇക്കൂട്ടരിതറിഞ്ഞിരുന്നെങ്കിൽ. നാം ഈ ഖുർആനിലൂടെ മനുഷ്യർക്കായി വിവിധയിനം ഉദാഹരണങ്ങൾ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അവർ ആലോചിച്ചറിയാൻ. അറബി ഭാഷയിലുള്ള ഖുർആനാണിത്. ഇതിലൊട്ടും വളച്ചുകെട്ടില്ല. അവർ ഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണിത്. അല്ലാഹു ഇതാ ഒരു ഉദാഹരണം സമർപ്പിക്കുന്നു.
ഒരു മനുഷ്യൻ അനേകം ആളുകൾ അവന്റെ ഉടമസ്ഥതയിൽ പങ്കാളികളാണ്. അവർ പരസ്പരം കലഹിക്കുന്നവരുമാണ്. മറ്റൊരു മനുഷ്യൻ ഒരു യജമാനന് മാത്രം കീഴ്പ്പെട്ട് കഴിയുന്നവനാണയാൾ. ഈ രണ്ടുപേരും ഒരുപോലെയാകുമോ? അല്ലാഹുവിന് സ്തുതി. എന്നാൽ അവരിലേറെ പേരും കാര്യം മനസ്സിലാക്കുന്നില്ല. സംശയമില്ല, ഒരു നാൾ നീ മരിക്കും, അവരും മരിക്കും. പിന്നെ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നിങ്ങളുടെ നാഥന്റെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ കലഹിക്കും. അപ്പോൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും തനിക്ക് സത്യം വന്നെത്തിയപ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? നരകത്തീയല്ലയോ സത്യനിഷേധികൾക്കുള്ള വാസസ്ഥലം? സത്യസന്ദേശവുമായി വന്നവനും അതിനെ സത്യപ്പെടുത്തിയവനും തന്നെയാണ് ഭക്തി പുലർത്തുന്നവർ. അവർക്ക് തങ്ങളുടെ നാഥന്റെ അടുത്ത് അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. അതാണ് സച്ചരിതർക്കുള്ള പ്രതിഫലം. അവർ ചെയ്തു പോയതിൽ ഏറ്റവും ചീത്ത പ്രവൃത്തി പോലും അല്ലാഹു അവരിൽ നിന്ന് മായ്ച്ചു കളയാനാണിത്. അവർ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രതിഫലം നൽകാനും. അല്ലാഹു പോരെ അവന്റെ അടിമയ്ക്ക്? അവന് പുറമെയുള്ളവരുടെ പേരിൽ അവർ നിന്നെ പേടിപ്പിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും വഴികേടിലാക്കുകയാണെങ്കിൽ അവനെ നേർവഴിയിലാക്കാൻ മറ്റാർക്കുമാവില്ല. വല്ലവനെയും അല്ലാഹു നേർവഴിയിലാക്കുകയാണെങ്കിൽ അവനെ വഴികേടിലാക്കാനും ആർക്കും സാധ്യമല്ല. അല്ലാഹു പ്രതാപിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവനും അല്ലെന്നോ? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അവർ പറയും അല്ലാഹുവെന്ന്. എങ്കിൽ ചോദിക്കുക, അല്ലാഹുവെ വിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്ക് വല്ല വിപത്തും വരുത്താൻ അല്ലാഹു ഉദ്ദേശിച്ചുവെങ്കിൽ അവയ്ക്ക് ആ വിപത്ത് തട്ടിമാറ്റാനാകുമോ? അല്ലെങ്കിൽ അവൻ എനിക്ക് എന്തെങ്കിലും അനുഗ്രഹമേകാൻ ഉദ്ദേശിച്ചാൽ അവയ്ക്ക് അവന്റെ അനുഗ്രഹം തടഞ്ഞുവെക്കാൻ കഴിയുമോ? പറയുക, എനിക്ക് അല്ലാഹു മതി. ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അവനിൽ ഭരമേൽപ്പിക്കട്ടെ. പറയുക, എന്റെ ജനമേ, നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ പ്രവർത്തിച്ചുകൊള്ളുക. ഞാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. അടുത്തുതന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും ആർക്കാണ് അപമാനകരമായ ശിക്ഷ വന്നെത്തുക എന്ന്, സ്ഥിരമായ ശിക്ഷ വന്നിറങ്ങുക ആരുടെ മേലാണെന്നും. സംശയമില്ല, മനുഷ്യർക്കാകമാനമുള്ള സത്യസന്ദേശവുമായി നാം നിനക്ക് ഈ വേദപുസ്തകം ഇറക്കിത്തന്നിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും നേർവഴി സ്വീകരിച്ചാൽ അതിന്റെ നന്മ അവന് തന്നെയാണ്. വല്ലവനും വഴികേടിലായാൽ അതിന്റെ ദോഷവും അവന് തന്നെ. നീ അവരുടെ കൈകാര്യകർത്താവൊന്നുമല്ല. മരണവേളയിൽ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് അല്ലാഹുവാണ്. ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെ അവരുടെ ഉറക്കത്തിൽ പിടിച്ചുവെക്കുന്നതും അവൻ തന്നെ. അങ്ങനെ താൻ മരണം വിധിച്ച ആത്മാക്കളെ അവൻ പിടിച്ചുവെക്കുന്നു. മറ്റുള്ളവയെ ഒരു നിശ്ചിത കാലാവധി വരെ അവൻ തിരിച്ചയക്കുന്നു. ചിന്തിക്കുന്ന ജനത്തിന് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതല്ല, അല്ലാഹുവെ കൂടാതെ അവർ ശുപാർശകരെ ഉണ്ടാക്കിവച്ചിരിക്കുകയാണോ? ചോദിക്കുക, ഒന്നിന്റെയും ഉടമാവകാശമില്ലാത്തവരും ഒന്നും ആലോചിക്കാത്തവരുമാണെങ്കിലും അവർ ശുപാർശ ചെയ്യുമെന്നോ? പറയുക, ശുപാർശയ്ക്കുള്ള അവകാശമൊക്കെയും അല്ലാഹുവിന് മാത്രമുള്ളതാണ്. അവനാണ് ആകാശഭൂമികളുടെ ആധിപത്യം. പിന്നീട് നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതും അവങ്കലേക്ക് തന്നെ. ഏകനായ അല്ലാഹുവെ പറ്റി പറയുമ്പോൾ പരലോകവിശ്വാസമില്ലാത്തവരുടെ മനസ്സുകൾക്ക് സഹികേട് തോന്നുന്നു. അവന് പുറമെയുള്ളവരെപ്പറ്റി പറഞ്ഞാലോ അവർ അത്യധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. പറയുക, അല്ലാഹുവേ, ആകാശഭൂമികളുടെ സ്രഷ്ടാവേ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, നിന്റെ അടിമകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ അവസാനം വിധി തീർപ്പുണ്ടാക്കുന്നത് നീയാണല്ലോ. ഭൂമിയിലുള്ളതൊക്കെയും
അതോടൊപ്പം അത്രയും അതിക്രമം കാണിച്ചവരുടെ വശമുണ്ടെങ്കിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിലെ കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ അതൊക്കെയും അവർ പിഴയായി നൽകാൻ തയ്യാറാകും. നേരത്തെ ഒരിക്കലും അവർ ഊഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത പലതും അവിടെ അവർക്ക് അല്ലാഹുവിങ്കൽ നിന്ന് വെളിപ്പെടുന്നു. അവർ ശേഖരിച്ചു വെച്ചതിന്റെ ദുഷ്ഫലങ്ങൾ അവർക്ക് വെളിപ്പെടും. അന്നോളം അവർ പുച്ഛിച്ചു തള്ളിയിരുന്ന അതേ ശിക്ഷ തന്നെ അവരെ ബാധിക്കുകയും ചെയ്യും. വല്ല വിപത്തും ബാധിച്ചാൽ മനുഷ്യൻ നമ്മെ വിളിച്ചു പ്രാർത്ഥിക്കും. പിന്നീട് നാം വല്ല അനുഗ്രഹവും നൽകിയാലോ അവൻ പറയും, ഇതെനിക്ക് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പരീക്ഷണമാണ്. പക്ഷേ അവരിലേറെ പേരും അതറിയുന്നില്ല. ഇവർക്ക് മുമ്പുള്ളവരും ഇவ்விധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ സമ്പാദിച്ചതൊന്നും അവർക്കൊട്ടും ഉപകരിച്ചില്ല. അങ്ങനെ അവർ സമ്പാദിച്ചതിന്റെ ദുരന്തഫലങ്ങൾ അവരെ ബാധിച്ചു. അതേപോലെ ഇക്കൂട്ടരിൽ അതിക്രമികൾക്കും അവർ നേടിയതിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാൻ പോവുകയാണ്. ഇവർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. ഇവർ മനസ്സിലാക്കുന്നില്ലേ, അല്ലാഹു അവനിച്ഛിക്കുന്നവർക്ക് വിഭവങ്ങൾ വിപുലമാക്കി കൊടുക്കുന്നു, അവനിച്ഛിക്കുന്നവർക്ക് അതിൽ കുറവ് വരുത്തുന്നു. സത്യവിശ്വാസികളായ ജനത്തിന് തീർച്ചയായും ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. പറയുക, തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ച എന്റെ ദാസന്മാരെ, അല്ലാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാവരുത്. സംശയം വേണ്ട, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്. ഉറപ്പായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തും മുമ്പേ നിങ്ങൾ നിങ്ങളുടെ നാഥങ്കലേക്ക് പശ്ചാത്തപിക്കുക, അവന് കീഴ്പ്പെടുക. ശിക്ഷ വന്നെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങുനിന്നും സഹായം കിട്ടുകയില്ല. നിങ്ങളറിയാതെ പെട്ടെന്നാണ് നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുക. അതിനു മുമ്പേ നിങ്ങളുടെ നാഥനിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട വേദത്തിലെ വചനങ്ങൾ പിൻപറ്റുക. ആരും ഇങ്ങനെ പറയാൻ ഇടവരാതിരിക്കട്ടെ, എന്റെ നാശം, അല്ലാഹുവോടുള്ള ബാധ്യതാ നിർവഹണത്തിൽ ഞാൻ വല്ലാതെ വീഴ്ച വരുത്തിയല്ലോ. തീർച്ചയായും ഞാൻ അതിനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിപ്പോയി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയേണ്ടി വരാതിരിക്കട്ടെ, അല്ലാഹു എന്നെ നേർവഴിയിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ സൂക്ഷ്മതയുള്ളവരിൽ ഉൾപ്പെടുമായിരുന്നേനെ. അതുമല്ലെങ്കിൽ ശിക്ഷ നേരിൽ കാണുമ്പോൾ ഇவ்விധം പറയാനിടവരരുത്. എനിക്കൊന്ന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ സച്ചരിതരിൽ പെടുമായിരുന്നു. എന്നാൽ സംശയമില്ല, എന്റെ വചനങ്ങൾ നിനക്ക് വന്നെത്തിയിരുന്നു. അപ്പോൾ നീ അവയെ തള്ളിപ്പറഞ്ഞു, അഹങ്കരിക്കുകയും ചെയ്തു. അങ്ങനെ നീ സത്യനിഷേധികളിൽ ഉൾപ്പെട്ടു. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞവരുടെ മുഖങ്ങൾ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ കറുത്തിരുണ്ടവയായി നിനക്കു കാണാം. നരകത്തീയല്ലയോ അഹങ്കാരികളുടെ വാസസ്ഥലം. സൂക്ഷ്മത പാലിക്കുന്നവരെ അവരവലംബിച്ച വിജയകരമായ ജീവിതം കാരണം അല്ലാഹു രക്ഷപ്പെടുത്തും. ശിക്ഷ അവരെ ബാധിക്കുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു സകല വസ്തുക്കളുടെയും സ്രഷ്ടാവാണ്, എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നവനും. ആകാശഭൂമികളുടെ താക്കോലുകൾ അവന്റെ വശമാണുള്ളത്. അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറയുന്നവർ തന്നെയാണ് തുലഞ്ഞവർ. ചോദിക്കുക, അവിവേകികളെ, ഞാൻ അല്ലാഹു അല്ലാത്തവർക്ക് വഴിപ്പെടണമെന്നാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? സംശയമില്ല, നിനക്കും നിനക്ക് മുമ്പുള്ളവർക്കും ബോധനമായി നൽകിയതിതാണ്. നീ അല്ലാഹുവിൽ പങ്കുചേർത്താൽ ഉറപ്പായും നിന്റെ പ്രവർത്തനങ്ങളൊക്കെ പാഴാകും. നീ എല്ലാം നഷ്ടപ്പെട്ടവരിൽ പെടുകയും ചെയ്യും. അതിനാൽ നീ അല്ലാഹുവിന് മാത്രം വഴിപ്പെടുക, നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടുക. അല്ലാഹുവെ പരിഗണിക്കേണ്ട വിധം ഇക്കൂട്ടർ പരിഗണിച്ചിട്ടില്ല. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഭൂമി മുഴുവൻ അവന്റെ കൈപ്പിടിയിലൊതുങ്ങും. ആകാശങ്ങൾ അവന്റെ വലങ്കൈയിൽ ചുരുട്ടിക്കൂട്ടിയതായിത്തീരും. അവൻ എത്ര പരിശുദ്ധൻ,
ഇവരാരോപിക്കുന്ന പങ്കാളികൾക്കെല്ലാം അതീതനും അത്യുന്നതനുമാണവൻ. അന്ന് കാഹളത്തിൽ ഊതപ്പെടും. അപ്പോൾ ആകാശഭൂമികളിലുള്ളവരൊക്കെ ചലനമറ്റവരായിത്തീരും, അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ. പിന്നീട് വീണ്ടുമൊരിക്കൽ കാഹളത്തിൽ ഊതപ്പെടും. അപ്പോഴതാ എല്ലാവരും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങുന്നു. അന്ന് ഭൂമി അതിന്റെ നാഥന്റെ പ്രഭയാൽ പ്രകാശിതമാകും. കർമ്മപുസ്തകം സമർപ്പിക്കപ്പെടും. പ്രവാചകന്മാരും സാക്ഷികളും ഹാജരാക്കപ്പെടും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ നീതിപൂർവം വിധി തീർപ്പുണ്ടാകും. ആരും അനീതിക്കിരയാവില്ല. ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതിന് അർഹമായ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കും. അവർ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തീയിലേക്ക് നയിക്കപ്പെടും. അങ്ങനെ അവർ അതിനടുത്തെത്തിയാൽ അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അതിന്റെ കാവൽക്കാർ അവരോടിങ്ങനെ ചോദിക്കും: നിങ്ങളുടെ നാഥന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു തരികയും ഈ ദിനത്തെ കണ്ടുമുട്ടേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത നിങ്ങളിൽ നിന്നു തന്നെയുള്ള ദേവദൂതന്മാർ നിങ്ങളിലേക്ക് വന്നെത്തിയിരുന്നില്ലേ? അവർ പറയും, അതെ. പക്ഷേ സത്യനിഷേധികൾക്ക് ശിക്ഷാവധി സ്ഥിരപ്പെട്ടുപോയി. അവരോട് പറയും, നിങ്ങൾ നരകവാതിലുകളിലൂടെ കടന്നുകൊള്ളുക. നിങ്ങളിവിടെ സ്ഥിരവാസികളായിരിക്കും. അഹങ്കാരികളുടെ താവളം എത്ര ചീത്ത! തങ്ങളുടെ നാഥനോട് ഭക്തി പുലർത്തിയവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ അതിന്റെ വാതിലുകൾ അവർക്കായി തുറന്നുവെച്ചവയായിരിക്കും. അതിന്റെ കാവൽക്കാർ അവരോട് പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് നല്ലതു വരട്ടെ. സ്ഥിരവാസികളായി നിങ്ങൾ ഇതിൽ പ്രവേശിച്ചുകൊള്ളുക. അവർ പറയും, ഞങ്ങളോടുള്ള വാഗ്ദാനം പൂർത്തീകരിച്ചു തരികയും ഞങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്ത അല്ലാഹുവിന് സ്തുതി. ഈ സ്വർഗത്തിൽ നാം ഉദ്ദേശിക്കുന്നിടത്ത് നമുക്ക് താമസിക്കാമല്ലോ. അപ്പോൾ കർമ്മം ചെയ്യുന്നവരുടെ പ്രതിഫലം എത്ര മഹത്തരം! മലക്കുകൾ തങ്ങളുടെ നാഥനെ വാഴ്ത്തിയും കീർത്തനം ചെയ്തും സിംഹാസനത്തിനു ചുറ്റും അണിനിരന്നതായി നിനക്ക് കാണാം. അപ്പോൾ ജനത്തിനിടയിൽ നീതിപൂർവമായ വിധി തീർപ്പുണ്ടാകും. പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് സ്തുതിയെന്ന് പറയപ്പെടുകയും ചെയ്യും.